ഹലോ മക്കളെ, നമുക്കിപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിന്നിട്ട് നമ്മുടെ ഗാർഡനിൽ എന്തൊക്കെ ചെടികളുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഹെലിക്കോണിയുണ്ട്, കാനാലില്ലിയുണ്ട്, ബൊഗൈൻവില്ലയുണ്ട്, ഓർക്കിഡുകളുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നീറ്റ് 2026 ഇതുപോലൊരു ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിലോ നമ്മൾ എങ്ങനെ അതിൻ്റെ ആൻസർ ചെയ്യും? In a bryophyte species, the sporophyte is experimentally prevented from undergoing meiosis. What will be the immediate effect on the life cycle of the plant? Formation of diploid spores leading to a dominant sporophyte phase, failure of gametophyte generation breaking life cycle, formation of haploid spores by mitosis, direct formation of gametes from the sporophyte. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ഹെഡിങ് ഡിലീറ്റ് ചെയ്തെങ്കിലും ഈ ലൈഫ് സൈക്കിൾ വെച്ച് തന്നെയാണ് എല്ലാ പ്ലാന്റ് ഗ്രൂപ്പും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രയോഫൈറ്റ്സിൻ്റെ പ്രോമിനൻറ്റ് ജനറേഷൻ ഗെമിറ്റോഫൈറ്റ് ആണ്. ഗെമിറ്റോഫൈറ്റ് ഗമീറ്റ്സ് ഉണ്ടാക്കിയത് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ടിൽ നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടായി, സ്പോറോഫൈറ്റ് ക്യാപ്സ്യൂളിൽ മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടായി, അത് ജെർമിനേറ്റ് ചെയ്ത് ഗെമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ മിയോസിസ് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗാമിറ്റോഫിറ്റിക് ജനറേഷൻ ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ബി ഓപ്ഷൻ, ഫെയിലിയർ ഓഫ് ഗാമിറ്റോഫിറ്റിക് ജനറേഷൻ ബ്രേക്കിംഗ് ദ ലൈഫ് സൈക്കിൾ. ഗാമിറ്റോഫിറ്റിക് ജനറേഷൻ ഉണ്ടായില്ല എങ്കിൽ അവിടെ വെച്ച് ലൈഫ് സൈക്കിൾ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഗെമിറ്റോഫിറ്റിക് ജനറേഷൻ എന്താ, സ്പോറോഫിറ്റിക് ജനറേഷൻ എന്താ, രണ്ട് ജനറേഷനെയും പ്ലോയിഡി എന്താ, ഇതിലേത് ജനറേഷനാണ് പ്രോമിനൻ്റ്, അതും ഓരോ പ്ലാന്റ് ഗ്രൂപ്പിന് ഏത് ജനറേഷനാണ് പ്രോമിനൻ്റ് എന്ന് മാത്രമല്ല ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ ഓർത്ത് വെക്കുകയും വേണം. നമ്മുടെ പുതിയ NCERT ടെക്സ്റ്റിനകത്ത് ലൈഫ് സൈക്കിൾ ഡിലീറ്റഡ് ആണ്. ലൈഫ് സൈക്കിളിന് ഹെഡിങ് കൊടുത്ത ആ ഒരു പാരഗ്രാഫ് അത് ഡിലീറ്റഡ് ആണ്. 2 പേജിലായിട്ടായിരുന്നു ലൈഫ് സൈക്കിൾ കൊടുത്തിരുന്നത്, അത് ഡിലീറ്റഡ് ആണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ NCERTയിൽ ഓരോ പ്ലാന്റ് ഗ്രൂപ്പ് പറയുന്നതിൻ്റെ അടുത്തും അതിൻ്റെ ലൈഫ് സൈക്കിൾ വെച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോസസ് ആണെങ്കിലും പ്രോമിനൻറ്റ് ജനറേഷൻ ഗെമിറ്റോഫൈറ്റ്, അതും 2 സ്റ്റേജസ് ഉണ്ട് ഗെമിറ്റോഫൈറ്റിന്. ടെറഡോഫൈറ്റ്സ് ആണെങ്കിൽ സ്പോറോഫൈറ്റ്, ജിംനോസ്പേമിൻ്റെ ലൈഫ് സൈക്കിള് കറക്റ്റായിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഹെഡിങ്ങും ആ കാര്യങ്ങളും ഡിലീറ്റഡ് ആണെങ്കിലും ഇപ്പോഴും നമ്മുടെ NCERTയിലെ പ്ലാൻ ഗ്രൂപ്പ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ലൈഫ് സൈക്കിൾ വെച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഇതെല്ലാം തന്നെ നമ്മൾ അതേ ടേംസ് ഉപയോഗിച്ച് തന്നെ പഠിക്കുക. ടേംസ് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരത്തില്ലായിരിക്കും, പക്ഷേ നമുക്കത് ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി ടേംസോടുകൂടെ ടൈപ്സ് ഓഫ് ലൈഫ് സൈക്കിൾ വെച്ച് തന്നെ പ്ലാൻ ഗ്രൂപ്പ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.